നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആര്യ 2-വിൻ്റെ തുടർക്കഥയാണ്. എൻ്റെ ഭാവനയിൽ വന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്നും എണീറ്റ ആര്യ ആദ്യമായി ഗീതയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ താലി നിന്റെ കഴുത്തിലുണ്ടെന്ന് കരുതി നമ്മൾ പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. കാരണം നിങ്ങളുടെ ആചാരപ്രകാരം 3 തവണ താലി മുറുക്കി കെട്ടിയാലേ അത് പൂർണ്ണമായും ചടങ്ങ് പൂർത്തിയാവുകയുള്ളൂ. ഞാൻ ഒരു തവണയേ കെട്ടിയിട്ടുള്ളൂ. കാരണം ആ സമയം എൻ്റെ മനസ്സ് നിറയെ അജയ് ആയിരുന്നു. അത് പറഞ്ഞപ്പോൾ ഗീത അത് തൻ്റെ അച്ഛനോട് പറയുകയും അച്ഛൻ നമ്മുടെ ആര്യയുടെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്തു. ആര്യ പറഞ്ഞു, വലിയ രീതിയിലൊന്നും വലിയ ആർഭാടമായൊന്നും കഴിക്കേണ്ട, നമുക്ക് താലികെട്ടൽ ചടങ്ങ് മാത്രം കഴിച്ചാൽ മതി. എനിക്ക് മനസ്സറിഞ്ഞ് ഗീതയുടെ കഴുത്തിൽ താലി കെട്ടണം എന്നു പറഞ്ഞു. ഗീത ഒരുപാട് ആര്യയെ വിഷമിപ്പിച്ചിട്ടുണ്ട് ആദ്യം. എന്നാൽ അതിനെല്ലാം പകരമായി ഇന്ന് ഗീത സ്നേഹം കൊണ്ട് വിയർപ്പ് പൊട്ടിക്കുകയാണ് നമ്മുടെ ആര്യയെ. ആര്യയ്ക്ക് ഇന്ന് അവൻ ലോകം തന്നെ കീഴടക്കിയ സന്തോഷമാണ്. കാരണം ആരുമില്ലാത്ത അവനിൽ നിന്ന് ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്, ഏറ്റവും നല്ല സുഹൃത്തായി അജയുമുണ്ട്. ആര്യയെ നമ്മുടെ ഗീതയുടെ അച്ഛന് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ആര്യയുടെ ക്യാരക്ടറിനെ. ആര്യയെപ്പോലെ ഒരു ഭർത്താവിനെ തൻ്റെ മകൾക്ക് കിട്ടിയത് അവൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം ഒന്നതുകൊണ്ട് മാത്രമാണ്. കാരണം അവൻ സ്നേഹിക്കുന്നവന് വേണ്ടി എന്തും ചെയ്യും. വല്ലപ്പോഴും ആര്യയുടെ അടുത്തോട്ടും ഗീതയുടെ അടുത്തും അദ്ദേഹം വന്ന് നിൽക്കാറുണ്ട്. അദ്ദേഹത്തിന് സ്ഥിരമായൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇന്നും നമ്മുടെ ആര്യയും ഗീതയും ആ പഴയ IT കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ വളരെ ഹാപ്പിയായാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നും നമ്മുടെ ആര്യ പെർഫെക്റ്റ് ആണ് കേട്ടോ. എല്ലാവരുടെ കണ്ണിലും നമ്മുടെ ആര്യ വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ആര്യയെ അധികം ഗേൾസ് ഒന്നും നോക്കുന്നത് നമ്മുടെ ഗീതയ്ക്ക് സഹിക്കില്ല. ഗീത അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കൊടുക്കും. ഗീത നമ്മുടെ ആര്യയുടെ കാര്യത്തിൽ പൊസസീവാട്ടോ. അവർ അന്ന് നാട്ടിൽ നിന്നും പട്ടണത്തിലോട്ട് വന്നപ്പോൾ ഓഫീസിലുള്ള ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ വിവരം. പിന്നീട് പതുക്കെ നമ്മുടെ ഗീതയും ആര്യയും കൂടി അത് എല്ലാവരോടും പറയുകയും അവർക്ക് അതിന് സന്തോഷത്തിന് മധുര വിതരണവും പാർട്ടിയും നടത്തുകയും ചെയ്തു. ആ വാർത്ത കേട്ടപ്പോൾ അതിനോട് ആദ്യമൊന്നും നമ്മുടെ ശാന്തിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് ശാന്തി പതിയെ അതിനോട് പൊരുത്തപ്പെടാതെ മറ്റൊന്ന് വൃത്തിയില്ല. കാരണം അത്രമേലാണ് നമ്മുടെ ആര്യയുടെയും ഗീതയുടെയും സ്നേഹം. അത് കണ്ടാൽ മറ്റാർക്കും അതിനിടയിൽ കയറാൻ തോന്നില്ല. കാരണം അവരെ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്തത്രയും അവർ അടുത്തുപോയി. കാരണം ഗീതയുടെ സ്നേഹത്തിന് മുമ്പിൽ ഒടുവിൽ അജയ് പോലും തോൽവി സമ്മതിച്ചില്ലേ. ഇന്ന് അജയ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടോ. അതും ഇവരുടെ കമ്പനിയിൽ പുതുതായി ജോലിക്ക് വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുമായി അജയ് പ്രണയത്തിലാവുകയും അധികം വൈകാതെ തന്നെ ആ കുട്ടിയുമായുള്ള വിവാഹം നടത്തുകയും ചെയ്തു. ഓഫീസിലെ പലരും അജയുടെയും ഗീതയുടെയും പ്രണയത്തെപ്പറ്റി ആ കുട്ടിയോട് പറഞ്ഞെങ്കിലും കഴിഞ്ഞ എല്ലാ കഥകളും അജയ് തന്നെ അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവളത് വലിയ വിഷയമായി എടുത്തില്ല. എന്നു മാത്രമല്ല, അജയുടെ ഭാര്യയുടെ ആ ഓഫീസിലെ അടുത്ത കൂട്ടുകാരിയായിരുന്നു നമ്മുടെ ഗീത. ഭർത്താക്കന്മാർ തമ്മിൽ നല്ല അടുപ്പവും സ്നേഹവുമാണ്. അതുപോലെ തന്നെ ഭാര്യമാർ തമ്മിലും അങ്ങനെ തന്നെയാണ്. ഇവർ വല്ലപ്പോഴുമൊക്കെ വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോകാറുണ്ട്. ഇവരുടെ ഒത്തൊരുമ മറ്റു ഓഫീസിലെ അംഗങ്ങൾക്ക് പോലും അസൂയ തോന്നിക്കുന്ന വിധത്തിലായിരുന്നു. കാരണം എല്ലാം അറിഞ്ഞിട്ടും അജയുടെ ഭാര്യയ്ക്ക് ഒരു പ്രോബ്ലവും ഇല്ലല്ലോ എന്നും പറഞ്ഞിരുന്നു പലരും. കാരണം അവർ തമ്മിലുള്ള വിശ്വാസമാണ് അതിൻ്റെ അടിത്തറ. ശാന്തി നമ്മുടെ ആര്യയുടെയും ഗീതയുടെയും വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞതോടെ അതിനോട് പൊരുത്തപ്പെടുകയും അധികം വൈകാതെ തന്നെ ശാന്തി വിവാഹിതയാവുകയും ചെയ്തു. ശാന്തി മകനും ഭർത്താവുമായി സന്തോഷമായി ജീവിക്കുന്നു. പക്ഷേ ശാന്തിയുടെ ജോലി ഇപ്പോഴും ശാന്തി ചെയ്യുന്നുണ്ട്. ആ ഓഫീസിലെ ഒരു അംഗം തന്നെയാണ് ഇപ്പോഴും ശാന്തി. ഇന്ന് ആര്യയും ഗീതയും ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം വേറെയൊന്നുമല്ല, അവരുടെ ജീവിതത്തിലോട്ട് മൂന്നാമതൊരാൾ കൂടി വരാൻ പോകുന്നു. അതായത് നമ്മുടെ ആര്യയ്ക്കും ഗീതയ്ക്കും ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു.
ആ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ ആര്യ. ആര്യയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷമുണ്ട്. കാരണം താനൊരു അനാഥനാണ്. തനിക്ക് തൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള തനിക്ക് ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പോകുന്നു. അത് ആര്യയെ വല്ലാതങ്ങ് സന്തോഷിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആര്യ തൻ്റെ അമ്മാവനെ മറയൂരിലോട്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ കൂടി വരാൻ പോകുന്നുവെന്നും. അമ്മാവനും വലിയ സന്തോഷത്തിലാണ്. കൂടാതെ അജയെ വിളിച്ചറിയിച്ചു. അജയും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇന്ന് ആ കുടുംബം മുഴുവൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ആര്യയുടെയും ഗീതയുടെയും കുഞ്ഞിനു വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇനി ഏത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടു പോകുകയല്ലാതെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.